Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 65. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. ദേവൻ കല്ലാട്ടെ വീടിന്റെ മുറ്റത്തേക്ക് ജീപ്പ് ഓഫാക്കി ഇറങ്ങുമ്പോൾ അവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു ക്ഷീണം തളം കെട്ടി നിന്നിരുന്നു. രാവിലെ കൊറ്റങ്കാവ് അമ്പലത്തിൽ വെച്ച് ഗൗരിയുടെ കഴുത്തിൽ താലി ചാർത്തി കല്യാണ സദ്യയും കഴിഞ്ഞ് ബന്ധുക്കൾക്കും നാട്ടുകാർക്കുമൊപ്പം വീട്ടിൽ വന്ന് കയറിയിട്ട് വസ്ത്രം മാറി യൂണിഫോം ഇട്ട് ഇറങ്ങിയതാണ്. സതീഷിന്റെ മരണം സംബന്ധിച്ച നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ മാത്രമാണ് അവനൊന്ന് തിരിച്ചെത്തുന്നത്. ജീപ്പിൽ നിന്നും ഇറങ്ങി ഷൂസിന്റെ ലേസുകൾ അഴിക്കുമ്പോൾ അവന്റെ ശരീരവും മനസ്സും ഒരുപോലെ തളർന്നിരുന്നു. കാക്കി ഷർട്ടിൽ വിയർപ്പും കാട്ടിലെ മണ്ണും പറ്റിപ്പിടിച്ചിട്ടുണ്ട്. പൂമുഖത്തെ മങ്ങിയ വെളിച്ചത്തിലേക്ക് കയറുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: എവിടെയെങ്കിലും കിടന്നൊന്ന് ഉറങ്ങണം. കോളിംഗ് ബെല്ലിൽ വിരലമർത്തും മുന്നേ തന്നെ വിലാസിനിയമ്മ വാതിൽ തുറന്നു. അമ്മയുടെ പിന്നിലായി നിന്നുകൊണ്ട് പെങ്ങൾ നീലു എന്തൊക്കെയോ കയ്യും കലാശവും കാണിച്ച് ആംഗ്യം കാണിക്കുന്നുണ്ട്. അവൾ ആ കാണിച്ചു കൂട്ടുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അവന് മനസ്സിലായില്ല. ഇപ്പൊ എന്തായടാ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ കല്യാണം വേണ്ടെന്ന്. വിലാസിനിയമ്മയുടെ മുഖത്ത് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. അമ്മയുടെ ആ വകതിരിവില്ലാത്ത സ്വാഗത പ്രസംഗം കേട്ട് ദേവൻ കണ്ണുമിഴിച്ചു. പിന്നെ അല്ലാതെ, കെട്ട് കഴിഞ്ഞപ്പോ തന്നെ ആദ്യത്തെ അശുഭ വാർത്ത വന്നില്ലേ? ഇനി അങ്ങോട്ട് എന്താകുമോ എന്തോ. എന്റെ ഭഗവതി, നീ തന്നെ കാത്തോണേ. വിലാസിനിയമ്മ മുകളിലേക്ക് നോക്കി കൈകൂപ്പി പ്രാർത്ഥിക്കുന്നതിനിടയിൽ ദേവൻ വേഗം അകത്തേക്ക് ചാടിക്കടന്നു. നീലിമ അപ്പോഴും അവിടെ ഇളിച്ചു പിടിച്ചോണ്ട് നിൽപ്പുണ്ട്. അവൾ അവിടെ നിന്ന് ഇത്ര നേരം കഥകളി കാണിച്ചതിന്റെ അർത്ഥം ഇപ്പോഴാണ് ദേവന് മനസ്സിലായത്. അമ്മ ഉടക്കിലാണ് ചേട്ടാ. അമ്മ കേൾക്കാതെ അവൾ പെറുപിറുത്തത് കേട്ടെങ്കിലും കേൾക്കാത്ത മട്ടിൽ അവൻ നേരെ തന്റെ മുറി ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. എങ്ങോട്ടാ നീ പോകുന്നേ? അമ്മയുടെ ചോദ്യം കേട്ട് ദേവൻ തിരിഞ്ഞു നിന്നു. എന്റെ മുറിയിലേക്ക്, അവൻ ക്ഷീണിച്ച ശബ്ദത്തിൽ പറഞ്ഞു. ആ, അങ്ങോട്ട് പോവാൻ വരട്ടെ, അവളെ ആ മുറിയിലുണ്ട്. വിലാസിനിയമ്മ ഒരു തടസ്സമായി അവന്റെ മുന്നിലേക്ക് കയറി നിന്നു. അതിനെന്താ അമ്മേ, ഇന്ന് കാലത്ത് ഞാൻ അവളെ കെട്ടിയതല്ലേ, പിന്നെ എന്റെ മുറിയിലല്ലേ നിൽക്കേണ്ടത്? ദേവൻ ചോദിച്ചു. ആ, അതിന്റെ കാര്യം തന്നെയാ ഞാനിപ്പോ പറഞ്ഞത്. നാളെ നേരം വെളുത്തിട്ട് ആ തിരുമേനിയെ ഒന്ന് കണ്ട് ദോഷപരിഹാരാർത്ഥം എന്തെങ്കിലുമൊക്കെ പൂജ ചെയ്തിട്ട് മതി അങ്ങോട്ടേക്ക് പോകുന്നത്, അല്ലാതെ ഞാൻ സമ്മതിക്കത്തില്ല. അമ്മ കട്ടായം പറഞ്ഞു. എന്റെ അമ്മേ, അമ്മയുടെ കാര്യം നോക്ക്. അവരുടെ ജീവിതം അവര് നോക്കിക്കോളും. നീലിമ ഇടയ്ക്ക് കയറി ദേവനെ സഹായിക്കാൻ നോക്കിയെങ്കിലും വിലാസിനിയമ്മ അവളെ നോക്കി കണ്ണുരുട്ടി. നീ പോടി അവിടുന്ന്. നീയും നിന്റെ ഭർത്താവും കൂടിയേ നാളെ അങ്ങ് വീട്ടിലേക്ക് പോകും. പിന്നെ ഈ വയസ്സാം കാലത്ത് എനിക്ക് ഇവനേ ഉള്ളൂ. ഇവളെ കെട്ടിയതിന്റെ പേരിൽ ഇവനെന്തേലും കേടുപാടുകൾ സംഭവിച്ചാലേ എനിക്ക് ഇത്തിരി ദണ്ണമുണ്ട്. അമ്മയുടെ പരാതി തീരുന്നുണ്ടായിരുന്നില്ല. അമ്മ ഒന്ന് നിർത്താമോ? ദേവന്റെ ശബ്ദം പതിവില്ലാതെ ഉയർന്നപ്പോ വിലാസിനിയമ്മ ഒന്ന് ഞെട്ടി കണ്ണുപിഴിച്ചു. ഇന്ന് കാലത്ത് തൊട്ടുള്ള ഈ അലച്ചില് കാരണം മനുഷ്യനിവിടെ ഭ്രാന്ത് കയറിയിരിക്കുക. അപ്പോഴാ അമ്മയുടെ ഒരു തിരുമേനിയും പൂജയും. ദേഷ്യത്തോടെ അത്രയും പറഞ്ഞിട്ട് അമ്മയ്ക്ക് മറ്റെന്തെങ്കിലും പറയാൻ അവസരം കൊടുക്കും മുന്നേ അവൻ തന്റെ മുറിയിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു. ദേവനോട് പറയാൻ വന്നത് മുഴുവൻ പറയാൻ കഴിയാതെ തികട്ടി വന്ന ദേഷ്യം നീലിമയുടെ നേരെ തീർക്കാൻ അമ്മ തുടങ്ങിയതും അവളും വേഗം അവളുടെ മുറിക്കകത്തേക്ക് കയറി വാതിലങ്ങടച്ചു. അതോടെ ദേവന്റെ മുറിയുടെ വാതിലിൽ പോയി ഒന്ന് മുട്ടാൻ വിലാസിനിയമ്മ നോക്കിയെങ്കിലും കയറിപ്പോകാൻ നേരത്ത് അവന്റെ മുഖത്തുണ്ടായിരുന്ന ആ കടുത്ത ദേഷ്യം ഓർത്തിട്ടോ എന്തോ പിന്നീടതങ്ങ് വേണ്ടെന്ന് വെച്ചു. അവർ പോയി മുൻവശത്തെ വാതിലടച്ച് കുറ്റിയിട്ടു. കടുത്ത ദേഷ്യത്തോടെ മുറിക്കകത്തേക്ക് കയറിയ ദേവന്റെ മുഖം കട്ടിലിരിക്കുന്ന ഗൗരിയെ കണ്ടതോടെ സന്തോഷത്തിലേക്ക് വഴിമാറി. ഇളം മഞ്ഞ സെറ്റും മുണ്ടും ധരിച്ച് തലയിൽ നിറയെ മുല്ലപ്പൂവും ചൂടി അവൾ കട്ടിലിൽ അവനെയും കാത്തിരിപ്പുണ്ടായിരുന്നു. ആ, എത്തിയോ? അവനെ കണ്ടപാടെ ഗൗരി ചോദിച്ചു. ഞാൻ കരുതി ഇൻസ്പെക്ടർ സാർ ഇന്ന് എന്തായാലും രാത്രി കാട്ടിൽ തന്നെ കിടന്നുറങ്ങുമെന്നാ. പിടിച്ചതിലും വലുതാണോ അളയിൽ എന്നതുപോലെ അവൻ അവളെ ഒന്ന് നോക്കി. അവളെ കൊണ്ട് കൂടുതൽ ഡയലോഗ് അടിപ്പിക്കാതെ അവൻ അലമാരയിൽ നിന്നും ഒരു കള്ളിമുണ്ടും ടീഷർട്ടും ബാത്ത് ടവലും എടുത്ത് വേഗം വാഷ്റൂമിലേക്ക് കയറി. ഒന്ന് കുളിച്ചു ഫ്രഷായി തിരികെ എത്തുമ്പോഴും ഗൗരി ആ കട്ടിലിൽ അതേ ഇരിപ്പായിരുന്നു. നീ കിടന്നില്ലായിരുന്നോ? കിടക്കാനോ? അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. അവളുടെ നോട്ടം കണ്ടതും താൻ എന്തെങ്കിലും തെറ്റു പറഞ്ഞോ എന്നായി അവന്റെ സംശയം. എടോ മനുഷ്യ, ഇത് നമ്മുടെ ആദ്യ രാത്രിയാ. എത്ര നാളത്തെ കാത്തിരിപ്പാ. അവൾ പരിഭവത്തോടെ മുഖം വീർപ്പിച്ചു. സോറി ഗജു, അതെ, ഈ ആദ്യ രാത്രിക്ക് വരം അതൊരു രണ്ടാമത്തെ രാത്രിയായ കുഴപ്പമുണ്ടോ?
ഇപ്രാവശ്യം കണ്ണുകൾ മിഴിഞ്ഞത് ഗൗരിയുടേതായിരുന്നു. തീരെ വയ്യ ഗച്ചു, നല്ല ക്ഷീണം. അതും പറഞ്ഞുകൊണ്ട് അവൻ കട്ടിലിലേക്ക് മലർന്നടിച്ചു വീണു. ഈശ്വര, രണ്ടാമതും ഞാൻ ജയിലിൽ പോകേണ്ടി വരുമോ? മേശപ്പുറത്തെ പഴങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്ന കത്തിയിലേക്കാണ് അവളുടെ നോട്ടമെന്ന് കണ്ടതും ദേവൻ മെല്ലെ എഴുന്നേറ്റിരുന്നു. എന്റെ ഗച്ചു, കാട്ടിനകത്ത് നല്ല പണിയായിരുന്നു, അതുകൊണ്ടാ. അവൻ അവളെ സമാധാനിപ്പിക്കാൻ നോക്കി. ആന്നോ? ആണെന്നേ. ആ സതീഷ് ട്രൈബൽ വെൽഫെയർ ബോർഡിലെ സീനിയർ ഓഫീസർ ആയതുകൊണ്ട് തന്നെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള നടപടിക്രമങ്ങളൊക്കെ വളരെ സങ്കീർണമായിരുന്നു. അത് മുഴുവൻ പൂർത്തിയാക്കാൻ മണിക്കൂറുകളോളം വിശ്രമമില്ലാതെ ഓടേണ്ടി വന്നു. ആദ്യം കാട്ടിനുള്ളിൽ ആ ദുർഘടമായ ക്രൈം സീൻ വനപാലകരുടെ സഹായത്തോടെ സീൽ ചെയ്തു. അങ്ങോട്ടേക്ക് ഫോറൻസിക് വിദഗ്ധരെയും വിരലടയാള വിദഗ്ധരെയും സയന്റിഫിക് അസിസ്റ്റന്റിനെയും ഒക്കെ എത്തിച്ചു. എന്നിട്ട് RDOയുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയത്. സതീഷിന്റെ മൃതദേഹം കിടന്ന സ്ഥലത്തു നിന്നും വെടിയുണ്ടകളുടെ കേസുകളും കാൽപ്പാടുകളും മറ്റു തെളിവുകളും ഒക്കെ ശേഖരിക്കാൻ ഫോറൻസിക് ടീമിന് നേതൃത്വം നൽകിയത് ഞാനായിരുന്നു. അതും കഴിഞ്ഞ കാട്ടുവഴിയിലൂടെ സ്ട്രെച്ചറിൽ മൃതദേഹം ചുമന്ന് പുറത്തെത്തിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക്. ഒരു VIP കേസായതിനാല് പോലീസ് സർജൻ നേരിട്ട പോസ്റ്റ്മോർട്ടം നടത്തിയത്. കാര്യങ്ങളൊക്കെ വേഗത്തിലാക്കാനും പ്രാഥമിക റിപ്പോർട്ട് വാങ്ങാനും ഞാൻ തന്നെ മോർച്ചറിക്ക് പുറത്ത് കാത്തു നിൽക്കേണ്ടി വന്നു. പോയിന്റ് ബ്ലാങ്കിൽ നെഞ്ചിൽ ചർച്ച ഒരു ഹൈ കാലിബർ റൈഫിളിൽ നിന്നുള്ള വെടിയുണ്ടയാണ് സതീഷിന്റെ ജീവൻ എടുത്തതെന്ന് സർജൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് സാധാരണക്കാരായ വേട്ടക്കാരുടെ പണിയല്ല, മറിച്ച് പരിശീലനം ലഭിച്ച പ്രൊഫഷണലുകളുടെ പണിയാണെന്നേ. അത് കഴിഞ്ഞ് SP-ക്കും വിഷനും പ്രാഥമിക റിപ്പോർട്ടുകളൊക്കെ കൈമാറുകയും ചെയ്തു. ഒടുവിൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി സതീഷിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ട് ജീപ്പിലേക്ക് കയറുമ്പോഴേക്കും മനസ്സും ശരീരവും മരവിച്ചിരുന്നു. അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിർത്തുമ്പോ ഗൗരി എളിക്ക് കൈകളും കൂത്തി അവനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. കഴിഞ്ഞോ? അവളുടെ മുഖത്ത് ഒരു വല്ലാത്ത ചിരിയുണ്ടായിരുന്നു. അവളുടെ ചോദ്യം കേട്ട് അവൻ പാവയെ പോലെ തല കുലുക്കി. ഇപ്പൊ ഈ പറഞ്ഞതിന്റെ പകുതി എനർജി മതിയല്ലോ മാഷെ ഒരു ആദ്യ രാത്രി ആഘോഷിക്കാൻ. അവൾ കണ്ണിറുക്കി. അതുകൂടി കേട്ടതോടെ അവൻ ചിരിച്ചും കൊണ്ട് എഴുന്നേറ്റു. നിനക്ക് അത്രയ്ക്ക് ധൃതിയായോ പെണ്ണേ? അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ ഒരു ചിരിയോടെ അവന്റെ നെഞ്ചിലേക്ക് ചാരി. അതുകൊണ്ടല്ല ദേവേട്ട, അമ്മയുടെ കാര്യം വിശ്വസിക്കാൻ ഒക്കത്തില്ല. എനിക്കിവിടെ പിടിച്ചു നിൽക്കണ്ടേ? എന്തേ, നിന്നോട് വല്ലതും പറഞ്ഞോ? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. പറഞ്ഞ് ആ സതീഷ് മരിക്കാനുള്ള കാരണം ഇപ്പൊ ഞാനാണെന്ന് അമ്മ പറയുന്നേ. ഞാൻ കാല് കുത്തിയതിന്റെ ദോഷമാണെന്ന്. അവൾ ചിരി അടക്കിക്കൊണ്ട് പറഞ്ഞു. ഓഹോ, അത് ശരി. അവൻ ചിരിയോടെ മീശ ഒന്ന് പിരിച്ചു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തു. ഇനി അതിന്റെ പേരിൽ നമുക്കൊരു വിഷമം വേണ്ടല്ലോ. മാത്രമല്ല, എന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന പലർക്കും ഇതുപോലെ അപ്രതീക്ഷിതമായ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത് പതിവാണെന്നും പറഞ്ഞ് ഒന്ന് പേടിപ്പിച്ചിട്ടുണ്ട് പോരെ? അവൾ കുസൃതിയോടെ അവനെ ഒന്ന് നോക്കി. മതിയേ, അമ്മയെ ജീവനോടെ വിട്ടത് തന്നെ വലിയ കാര്യം. അവൻ ചിരിച്ചും കൊണ്ട് കൈകൂപ്പി തൊഴുതു. അതുകൊണ്ടാ ആദ്യ രാത്രി ഇന്ന് തന്നെ വേണമെന്ന് എനിക്ക് ഇത്ര നിർബന്ധം. എത്രയും പെട്ടെന്നൊരു കൊച്ചിനെ ഉണ്ടാക്കി അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തില്ലെങ്കിലേ ചിലപ്പോ എന്റെ കാര്യം കഷ്ടത്തിലാവും. അതുകൊണ്ട് സാറിന്റെ ക്ഷീണമൊക്കെ ഞാൻ മാറ്റിത്തരാം. പറഞ്ഞു തീരും മുന്നേ അവൾ അവനെ കട്ടിലേക്ക് തള്ളിയിട്ടിട്ട് അവന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. അത് മാത്രമല്ല ഗച്ചു, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇനി എന്തോന്ന്? അവൾ അവന്റെ കവളിൽ മെല്ലെ ഒന്ന് കടിച്ചു. ആ സദാനന്ദനും രാജേന്ദ്രനും ഒക്കെ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്റെ ദേവേട്ട, അതിനിപ്പോ ഞാനെന്ത് വേണം? അല്ല, നിനക്ക് പേടി തോന്നുന്നില്ലേ? എന്തിന്? ഞാനെന്തിനാ അവരെ പേടിക്കുന്നേ? അവരുടെ പ്രധാന ലക്ഷ്യം ആരേഖത്തെ കാവില രത്നമാണെന്ന് അറിഞ്ഞത് മാത്രമല്ല, അവര് വിശ്വനും എനിക്കും എതിരെ നീങ്ങാനും സാധ്യതയുണ്ട്. ഇങ്ങോട്ട് വരട്ടെ, അവർക്കുള്ള രത്നം കാവില അമ്മ തന്നെ കൊടുത്തോളൂ. തൽക്കാലം നിങ്ങൾക്കുള്ള രത്നം ഞാൻ തരാം. അതുപോലെ മോനെ ദിനേശ. അതും പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ ചുണ്ടുകളിലേക്ക് മുഖം താഴ്ത്തുമ്പോ വീണ്ടും അവൻ അവളുടെ കൈക്ക് കയറി പിടിച്ചു. വിഷ്ണു ജാമ്യത്തിലിറങ്ങിയത് അറിഞ്ഞായിരുന്നോ? എവിടെയാ കത്തി? അവൾ ശരീരത്തിൽ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ അവളെ പിടിച്ച് നെഞ്ചിലേക്ക് തന്നെ കിടത്തി. എന്റെ ദേവേട്ട, അതൊക്കെ ഞാൻ ഉച്ച കഴിഞ്ഞപ്പോഴേ അറിഞ്ഞു. വിഷ്ണുവേട്ടൻ വന്നിട്ടും ഉണ്ടായിരുന്നു. വൈശാഖി വിഷ്ണുവേട്ടനോടൊപ്പം വീട്ടിലേക്ക് പോവുകയും ചെയ്തു പോരെ? എങ്കിലൊക്കെ. ഇനി തുടങ്ങിയാലോ? എന്ത്? കഥകളി. അല്ല പിന്നെ. പറഞ്ഞതിനൊപ്പം ദേഷ്യത്തോടെ അവളൊരു കടിയും കൊടുത്തതോടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളെ കൈകൾക്കുള്ളിലാക്കി വാരിപ്പുണർന്നുകൊണ്ട് അവൻ കുസൃതി കാട്ടി. ആ കാത്തിരിപ്പിന്റെ രാവ് അവർക്കായി ഒരുങ്ങുകയായിരുന്നു. അതേസമയം എന്ത് വേണമെന്നൊരു തീരുമാനമെടുക്കാനാവാതെ അവരുടെ വാതിലിന് മുന്നിൽ പതുങ്ങി നിൽക്കുകയായിരുന്ന വിലാസിനിയമ്മ ആ ചിരികളും സംസാരവും കേട്ടതും ഒരു ദീർഘനിശ്വാസത്തോടെ തന്റെ മുറിയുടെ നേർക്ക് നടന്നു. ഇനി രക്ഷയില്ല.
അവൾ അവനെ പാട്ടിലാക്കി. നടക്കുന്നതിനിടയിൽ അവർ നിരാശയോടെ പിറുപിറുത്തു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.